അവര് പരസ്പരം തിരിഞ്ഞു നിന്ന് പോരടിക്കുന്നു, തലതിരിഞ്ഞ അഭിപ്രായങ്ങൾ പറയുന്നു. അത് കൂടുതൽ കൂടുതൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രശ്നത്തിൽ അവർക്ക് ന്യായീകരിക്കാവുന്ന സാഹചര്യമാണുള്ളത്. അത്തരത്തിലൊരു പൊസിഷനിലാണ് അവര് നിൽക്കുന്നത്. പറഞ്ഞല്ലോ, മറ്റു പാർട്ടികളിൽ നമ്മൾ കണ്ടതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് രാഹുലിനെതിരായിട്ട് ആക്ഷേപം അല്ലെങ്കിൽ ഒരു ശബ്ദരേഖ പുറത്തു വന്നപ്പോൾ തന്നെ പാർട്ടി നടപടികൾ എടുത്തതാ. മറ്റാരും എടുക്കാത്ത നടപടികളാ. വാസ്തവം പറഞ്ഞാൽ അദ്ദേഹം പാർട്ടിക്ക് പുറത്തു നിൽക്കുകയാ, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്തു നിൽക്കുകയാ. മറ്റു പാർട്ടികളിൽ അങ്ങനെയാണോ സംഭവിച്ചത്? ഈ അടുത്ത കാലത്ത് തന്നെ എത്രയെത്ര നേതാക്കൾക്കെതിരായിട്ട് ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടായി, പീഡന കേസുകൾ ഉണ്ടായി. അതിലൊരാൾ നിലവിൽ MLA അല്ലേ, നടനായ മുകേഷ്. അദ്ദേഹത്തിനെതിരായിട്ട് എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? ഇല്ലല്ലോ. പിന്നെ മറ്റു ചില ആളുകൾ, നേതാക്കള്, ശശി, PK ശശി, ഇവർക്കെതിരായിട്ട് ആക്ഷേപങ്ങൾ ഉണ്ടായി. അവരൊക്കെ ഇപ്പോഴും വലിയ ഉന്നത അധികാര സ്ഥാനങ്ങളിൽ വിരാജിക്കുകയാ. ഗോപി കോട്ടമുറിക്കലിനെതിരായിട്ട് ആരാ പരാതി ഉണ്ടാക്കിയത്? അദ്ദേഹത്തിന്റെ ഓഫീസിലെ മുറിയിലെ ഒളിക്യാമറ വെച്ചത് ആരാണ്? പാർട്ടിക്കാർ തന്നെയല്ലേ. എന്നിട്ട് എന്ത് നടപടിയാണ് എടുത്തത്? അദ്ദേഹം തിരിച്ചു വന്നില്ലേ, കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ആയില്ലേ. ഇതൊക്കെയാണ് CPM-ൽ നടന്ന കാര്യങ്ങൾ.